പക്ഷേ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ബ്രസ്റ്റ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഒരു സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അതിൽ ആ പ്രോസസ്സിന് ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ട്, എങ്ങനെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും സർ? നമ്മൾ രണ്ട് വിധത്തിൽ നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാം. ഒന്ന്, ആ ആളുടെ ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. യൂഷ്വലി നമ്മൾ വയറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ആ ലേഡിക്ക് നാച്ചുറലി എക്സ്ട്രാ ആയിട്ടുള്ള കൊഴുപ്പും തൊലിയും ഉണ്ടാവും. ആ എക്സ്ട്രാ ആയിട്ടുള്ള കൊഴുപ്പും തൊലിയും എടുത്ത് നമുക്ക് ആ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മൈക്രോ സർജറി ഉള്ള ടെക്നിക്ക് ഉപയോഗിച്ചാണ്. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്, കുറച്ച് സമയം എടുക്കും. സിമ്പിളായിട്ടൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മുതുകത്തുനിന്ന് ഒരു മസിൽ ഇങ്ങോട്ട് മാറ്റി വെച്ച് പക്ഷേ അതിനിടയിൽ ഒരു ഇംപ്ലാന്റ് നമുക്ക് യൂസ് ചെയ്യണം. രണ്ട് വിധത്തിലും നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ ഓരോ ആളിൻ്റെ അസുഖത്തിൻ്റെ രീതിയും അയാളുടെ റിക്വയർമെൻറ്റും അയാളുടെ ശരീരത്തിൻ്റെ ഘടനയും ആരോഗ്യസ്ഥിതിയും വെച്ചിട്ട് നമുക്ക് ആ ടെക്നിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി അപ്ലൈ ചെയ്യാനായിട്ട് വരും. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാൻ. ശരി.